മഹാരാഷ്ട്രയിൽ കണ്ടത് ഭരണസഖ്യമായ മഹായുതിയുടെ തിരിച്ചുവരവാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ ശക്തമായ തിരിച്ചടിക്ക് മറുപടി നൽകുന്നതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയം. ഭരണവിരുദ്ധ വികാരത്തിന്റെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അധികാരം തിരിച്ചുപിടിക്കാമെന്നുള്ള മഹാവികാസ് അഘാഡിയുടെ ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം. എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ രാജിവെച്ചു എന്ന വാർത്ത പുറത്തുവന്നിരുന്നു. എന്നാൽ ഈ വാർത്ത പുറത്തുവന്ന് തൊട്ടു പിന്നാലെ രാജിവെച്ചു എന്ന വാർത്തകൾ നിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു നാനാ പട്ടോളെയുടെ പ്രതികരണം. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത് ജനങ്ങളുടെ വികാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടെ പ്രമുഖ ദേശീയ നേതാക്കൾ മുന്നിൽ നിന്നാണ് തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയെ നയിച്ചത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഗതി മഹാവികാസ് അഘാഡിക്ക് ഒപ്പമായിരുന്നു. അതുതന്നെയാണ് ജനങ്ങളും വിശ്വസിച്ചത്. നന്ദേഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ഒരേ ദിവസമാണ് നടന്നത്. ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ 6 സീറ്റിലേക്ക് വിജയിച്ചപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 1 സീറ്റ് പോലും നേടാനായില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഫലങ്ങൾ തമ്മിൽ ഇത്ര വലിയ അന്തരമുണ്ടാകില്ല. ജനങ്ങളും മഹാവികാസ് അഘാഡിയിലാണ് വിശ്വാസം അർപ്പിച്ചത്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അധികാരത്തിൽ വന്നതല്ല ഇപ്പോഴുള്ള സർക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജിവെക്കാൻ തീരുമാനിക്കുകയോ പാർട്ടി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതെല്ലാം വ്യാജ വാർത്തകളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളതെന്നും നാനാ പട്ടോളെ വ്യക്തമാക്കി. 2 ദിവസത്തിനകം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജനാധിപത്യം അവസാനിക്കപ്പെടുകയാണ്, അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാജിവെക്കുന്നതിനെ കുറിച്ചല്ല എന്നും പട്ടോളെ വ്യക്തമാക്കി. അതേസമയം വിദർഭ മേഖലയിൽ പാർട്ടിയിലേക്ക് വോട്ടുകൾ വീഴ്ത്താൻ കേൾപ്പുള്ളയാളെന്ന് പ്രതീക്ഷിച്ച പട്ടോളെ സ്വന്തം മണ്ഡലമായ സക്കോലിയിൽ വെറും 208 വോട്ടുകൾക്കാണ് ജയിച്ചത്. BJPയുടെ അവിനാഷ് ആനന്ദറാവു ബ്രഹ്മാൻകർ ആയിരുന്നു എതിരാളി. മത്സരിച്ച 103 സീറ്റുകളിൽ ആകെ 16 ഇടത്തെ കോൺഗ്രസിന് ജയിക്കാനായുള്ളൂ. ബാലസാഹിബ് തൊറാട്ടിന് പകരക്കാരനായി 2021 മുൻ MP കൂടിയായ പട്ടോളെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ തലപ്പത്തെത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കോൺഗ്രസിനായി. മത്സരിച്ച 17-ൽ 13 കോൺഗ്രസ് ജയിച്ചു. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്കായി പട്ടോളയുടെ നേതൃത്വത്തിൽ വാശി പിടിച്ചത് കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തി പടർത്തിയിരുന്നു. പട്ടോളയുണ്ടെങ്കിൽ സീറ്റ് ചർച്ചകൾക്ക് ഉദ്ധവ് വിഭാഗം എത്തില്ലെന്ന് വരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഫലം വന്നതിന് 2 ദിവസം മുൻപും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാവികാസ് അഘാഡി അധികാരത്തിൽ കയറുമെന്ന് അവകാശവാദം ഉയർത്തിയത് ഉദ്ധവ് വിഭാഗത്തിലെ സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം 232 സീറ്റ് നേടുകയും മഹാവികാസ് അഘാഡി സഖ്യം 50-ൽ താഴെ എത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇതുവരെ ഇത്രയും താഴെ പോയിട്ടില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 44 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ വെറും 16 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിലെ 48 പാർലമെന്റ് സീറ്റുകളിൽ വെറും 17 മാത്രമാണ് സഖ്യത്തിന് നേടാനായത്. 30 സീറ്റുകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സ്വന്തമാക്കിയത്. കോൺഗ്രസ് 9-ഉം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 9-ഉം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP 8 സീറ്റ് നേടി അന്ന് ഭരണകക്ഷിയെ അപ്രസക്തമാക്കിയിരുന്നു. 153 നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം പിന്നിലായിരുന്നു. ഈ സാഹചര്യമൊക്കെ പഴങ്കഥയാക്കിയാണ് മുന്നണിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം. 233 സീറ്റുകളിലാണ് മഹായുതി വിജയമുറപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 79 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. 149 സീറ്റിൽ മത്സരിച്ച BJP 133 സീറ്റുകൾ നേടി. 2019-നേക്കാൾ 28 സീറ്റുകൾ പാർട്ടിക്ക് കൂടി. കഴിഞ്ഞ തവണ 40 സീറ്റുകൾ ഉണ്ടായിരുന്ന ശിവസേന 55 എണ്ണമായി സീറ്റുകൾ ഉയർത്തി. NCP അജിത് പവാർ വിഭാഗം 41 സീറ്റുകളിലും വിജയിച്ചു.
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ലീഡ് ചെയ്ത 105 നിയമസഭാ സീറ്റുകളാണ് സഖ്യം തിരിച്ചുപിടിച്ചത്. ഇതിൽ 53 എണ്ണത്തിലും BJP ആണ് വിജയിച്ചത്. 28 സീറ്റുകൾ ശിവസേനയും 24 സീറ്റുകൾ NCPയും വിജയിച്ചു. കോൺഗ്രസിൽ നിന്ന് 26, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് 15, NCP ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് 10 എന്നിങ്ങനെയാണ് മഹായുതി ലീഡ് തിരിച്ചുപിടിച്ച മണ്ഡലങ്ങളുടെ പാർട്ടി തിരിച്ചുള്ള എണ്ണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിയ മഹാവികാസ് അഘാഡി വെറും 57 സീറ്റിൽ ഒതുങ്ങിപ്പോയി എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. ഭരണവിരുദ്ധ വികാരവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല സാഹചര്യങ്ങളും മുതലാക്കാനാവാത്തതാണ് കോൺഗ്രസ് സഖ്യം തകർന്നടിയാൻ കാരണം. സർക്കാർ വിരുദ്ധ പ്രചരണങ്ങൾ താഴെത്തട്ടിലെത്തിക്കാൻ പ്രതിപക്ഷ മുന്നണിക്ക് കഴിയാത്തതും തിരിച്ചടിയായി.